പ്രധാനമന്ത്രിയെ ബന്ദിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഗുണ്ടകളും നടത്തിയ സമരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വി സതീശൻ പങ്കെടുത്തത് അത്ഭുതം ഉണ്ടാക്കിയ കാഴ്ചയാണ്. കാരണം സതീശൻ ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന സതീശൻ എങ്ങനെയാണ് ഈ കുരുക്കിൽ ചെന്ന് ചാടിയത് എന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണഘടന ആധാരമാക്കി പ്രവർത്തിക്കേണ്ട, ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. സതീശൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം മുഖ്യമന്ത്രി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ സതീശൻ ചെന്ന് കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം ശ്രമിക്കുന്നു എന്നതാണ്. ഹയറാർക്കി അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനേക്കാളും ചെറുതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ സ്ഥാനം. അങ്ങനെ വരുമ്പോൾ തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164(3), ആർട്ടിക്കിൾ 99 ഭരണഘടനയോട് നീതി പുലർത്തും, നിയമം അനുസരിക്കും എന്നുള്ള വ്യവസ്ഥകളുടെ ലംഘനം നടന്നിരിക്കുന്നു. മാത്രമല്ല ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ അറിഞ്ഞുകൊണ്ട് നിയമം ലംഘിക്കുക എന്നത് ഗുരുതരമായ കുറ്റമാണ്. അത് ചെയ്യുന്നത് ഒരു ഭരണഘടനാ പദവിയിലുള്ള മുഖ്യമന്ത്രിയാവുമ്പോൾ അതിന് ഗൗരവം കൂടും. ഇത് മാത്രമല്ല, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG ആക്ട് പ്രകാരം നിരോധിത മേഖലയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും വസതിയും. അവിടെ പ്രോട്ടോകോൾ ലംഘനം കൂടി മുഖ്യമന്ത്രി സതീശൻ നടത്തിയിരിക്കുന്നു. മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാനത്തെ ഏതു വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, കൂട്ടുത്തരവാദിത്വമുണ്ട്. ഒരുമിച്ച് നീന്തുക അല്ലെങ്കിൽ ഒരുമിച്ച് മുങ്ങുക എന്നതാണ് ഈ തരത്തിലുള്ള മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള പൊതുവിൽ അംഗീകരിക്കപ്പെട്ട തത്വം. അപ്പോൾ അങ്ങനെ ക്രമസമാധാനം ഉറപ്പാക്കേണ്ട ചുമതലയുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ദേശീയ തലത്തിൽ ക്രമസമാധാന ലംഘനത്തിന് കൂട്ടുനിന്നു, അതിൻ്റെ സംഘാടകനെ പോലെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഓത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നേരെ ക്രിമിനൽ കേസെടുക്കാവുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമെതിരെ കേസെടുക്കുകയോ ഒരുപക്ഷെ അതിനകത്ത് തീവ്രവാദ എലമെൻറ്റുകൾ, ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മറച്ചു വെച്ച ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകളെ, വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വിശദമായി കാണിച്ചുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വാളുകളുമായി പോലീസിനെ ആക്രമിക്കുന്ന ചിത്രം വന്നിട്ടുണ്ട്, വീഡിയോസ് വന്നിട്ടുണ്ട്. വാളും കൊണ്ട് ആക്രമിക്കുന്നു, സമാധാനപരമായി സമരം നടത്തിയെന്നൊക്കെയാണ് മോഹൻലാലിൻ്റെ മകൾ വരെ പറയുന്നത്. അത്തരം സമരക്കാരെ അടിച്ചമർത്താൻ പാടില്ല എന്ന്. വാളുകളുമായിട്ട് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ആസൂത്രിതമാണ്. അപ്പോൾ അങ്ങനെ വലിയ ഗ്രാവിറ്റിയുള്ള ക്രൈമാണ്. എല്ലാവരുടെയും ചിത്രങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഉപയോഗിച്ച് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഡൽഹി പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് കണ്ട് UAPA വരെ ചുമത്തിയേക്കാം എന്നു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിയാകുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഒരു കേസ് വന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കാം. നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റ്, ഗവർണർമാർ എന്നിവർക്ക് മാത്രമാണ് ക്രിമിനൽ നടപടികളിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിൻ്റെ പരിധിയിൽ വരുന്നതും BNSS 163 നിയമപരമായ കൂട്ടം ചേരൽ, പബ്ലിക് ഓർഡറിന് വിഘാതം വരുത്തുക, അതുപോലെ പൊതുപ്രവർത്തകർ, പബ്ലിക് സർവൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക. പ്രധാനമന്ത്രി ഒരു പബ്ലിക് സർവൻ്റാണ്. ഈ വകുപ്പുകൾ ഓട്ടോമാറ്റിക്കലി സതീശന് നേരെ ചാർത്തപ്പെടാം. ഡൽഹിയിൽ സമരം നടത്താനുള്ള ഏക സ്ഥലം ജന്തർ മന്ദറാണ് എന്ന് ഷഹീൻ ബാഗ് കേസിൽ സുപ്രീം കോടതി ഉത്തരവുണ്ട്. അത് ലംഘിച്ചാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ ഈ സമരം നടന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിലാര് പങ്കെടുത്തു? രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുത്തത് പോട്ടെ, രാഹുൽ ഗാന്ധിയേക്കാളൊക്കെ എത്രയോ വലിയ പൊസിഷനാണ് ഭരണഘടനാപരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കർണാടക മുഖ്യമന്ത്രിയും പങ്കെടുത്തു. കർണാടക മുഖ്യമന്ത്രിയുടെ കാര്യം കർണാടകക്കാരെ നോക്കട്ടെ, നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്ന നടപടി എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഗവർണർക്ക് വേണമെങ്കിൽ കേരള മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു, നിയമവിരുദ്ധമായ ഒരു സമരത്തിൽ പങ്കെടുത്ത്
കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള സാമൂഹ്യ വിരുദ്ധരുടെ, രാജ്യവിരുദ്ധരുടെ സമരത്തിൽ പങ്കെടുത്തു എന്ന് ഒരു റിപ്പോർട്ട് ഗവർണർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആർട്ടിക്കിൾ 356 അനുസരിച്ച് സർക്കാരിനെ വേണമെങ്കിൽ പിരിച്ചുവിടാം. ഇത്തരത്തിലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കരുതുന്നില്ല ഇത് സതീശൻ സ്വമേധയാ അറിഞ്ഞുകൊണ്ട് ഈ കെണിയിലേക്ക് വീണതാണെന്ന്. സതീശനെ പറ്റിച്ചതാണ് എന്നാണ് എൻ്റെ വിവരം. കാരണം അതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഇന്നലെ രാഹുൽ ഗാന്ധി പറ്റിക്കുകയായിരുന്നു. കാരണം ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാളായിരുന്നു. പിറന്നാളൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്ന് രാഹുൽ ഗാന്ധി, എല്ലാ എം പിമാർക്കും രാഹുൽ ഗാന്ധിയുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് പോയി, ഖാർഗെജിയുടെ പിറന്നാൾ കേക്ക് മുറിക്കുന്നു, എല്ലാവരും ഇത്ര മണിക്ക് ഓഫീസിലേക്ക് വരണം എന്ന് മെസ്സേജ് പോകുന്നു. അങ്ങനെ എം പിമാരെല്ലാം അവിടെ വരുന്നു. എന്നിട്ട് കേക്ക് മുറിച്ചിട്ട് വാ നമുക്ക് നടക്കാം, മാർച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് മാർച്ച് ചെയ്തു. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഇവർ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ സന്ദേശം സതീശൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഒരു മാർച്ചിലേക്ക് പങ്കെടുക്കുന്നു. അപ്പോൾ ഡൽഹിയിലുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയെ കൂടി ഒന്ന് പ്ലീസ് ചെയ്യാം. കാരണം രാഹുൽ ഗാന്ധിയുടെ പോലും ഇച്ഛയ്ക്ക് വിരുദ്ധമായി KC വേണുഗോപാലിനെ ആക്കാതെ മുഖ്യമന്ത്രിയായ ആളാണ് സതീശൻ. അപ്പോൾ ഡൽഹിയിലുള്ളപ്പോൾ പങ്കെടുക്കാതിരുന്നാൽ തമ്പുരാന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പാവം സതീശൻ ഓടിപ്പാഞ്ഞ് വന്നതാണെന്നും, അതല്ല സതീശനിട്ടൊരു പണി കൊടുക്കാൻ ഉദ്ദേശിച്ച് സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിൽ താല്പര്യമില്ലാതിരുന്ന പ്രമുഖ നേതാവ് സതീശനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്. ഏതായാലും സതീശനെ സംബന്ധിച്ച് സതീശൻ ഒരു കെണിയിൽപ്പെട്ടു. സതീശൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന നിയമ പാണ്ഡിത്യമുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും കുറഞ്ഞ പക്ഷം BNS 163 വയലേഷൻ, 189 നിയമവിരുദ്ധ സംഘം ചേരൽ, 221 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പ്രധാനമന്ത്രിയുടെ, 285 റോഡ് തടസ്സപ്പെടുത്തൽ തുടങ്ങിയ നിയമങ്ങളെങ്കിലും പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും വകുപ്പുകൾ അനുസരിച്ചെങ്കിലും സതീശൻ കേസിൽ പ്രതിയാവുന്ന സ്ഥിതി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഡൽഹി പോലീസ് എടുക്കുന്ന കേസിൽ മിനിമമാണ് പറഞ്ഞത്. അതിനപ്പുറം മാക്സിമം ഞാൻ പറഞ്ഞു SPG ആക്ടിൻ്റെ ലംഘനമുണ്ട്, സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലംഘനമുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ കൂടുതൽ ഗുരുതരമായ കേസുകൾ ചാർജ് ചെയ്യപ്പെടും. പക്ഷേ ഈ BNS വകുപ്പ് 4 വകുപ്പ് പ്രകാരം തന്നെ കേസെടുത്താൽ പോലും മൈനർ ഒഫൻസ് ആണെന്ന് പറയാം. ഗതാഗതം തടസ്സപ്പെടുത്തി, വേണേൽ 500 രൂപ പിഴ, അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി, അത് കേസെടുത്തു, 2 വർഷം മറ്റോ അതിന് പരമാവധി തടവെന്ന് തോന്നുന്നു. പിന്നെ നിയമവിരുദ്ധ സംഘം ചേരൽ, എന്തൊക്കെ പറയുന്ന താരതമ്യേന വളരെ സീരിയസ് അല്ലാത്ത വകുപ്പുകൾ എടുത്ത് ചാർജ് ചെയ്താൽ പോലും നമുക്ക് നാണക്കേടാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഡൽഹി പോയി ജാമ്യം എടുക്കേണ്ട സ്ഥിതി ഉണ്ടാവുക, അതിനെ ക്വാഷ് ചെയ്യാനുള്ള പെറ്റീഷനൊക്കെ കൊടുക്കാം. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് സതീശൻ എത്തിയിട്ട് കഷ്ടിച്ച് 2 മാസം ആവുന്നതേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെതിരെ താനൊരു യുദ്ധത്തിനൊന്നുമില്ല, സഹകരിച്ചു പോവുക, കേരളത്തിൻ്റെ കാര്യങ്ങൾ പരമാവധി നേടിയെടുക്കുക എന്നതാണ് തൻ്റെ നയമെന്ന് വളരെ ക്ലീനായി കൃത്യമായി പറഞ്ഞ ആളാണ് സതീശൻ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വലിയ തോതിൽ സതീശനെതിരെ ആക്രമിക്കുന്നുണ്ട്. സതീശനെ ചിലരൊക്കെ സംഘീശൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഖജനാവ് കൂടി കാക്കുന്ന ആളാണ് താൻ എന്ന നിലയ്ക്ക് സമരത്തിനൊന്നുമില്ല, ഐക്യപ്പെട്ടു പോവുക, കോൺഗ്രസിൻ്റെ നയങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന നിലപാട് പറഞ്ഞ സതീശൻ ഇന്നലെ പോയി ഈ സമരത്തിൽ ചാടണമായിരുന്നു. അതും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രധാനമന്ത്രിയെ അട്ടിമറിച്ച് വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കടന്നു കയറി നേപ്പാൾ പോലെ, ബംഗ്ലാദേശ് പോലെ, ശ്രീലങ്ക പോലെ ഒരു കലാപം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തടിച്ചുകൂടിയ വിദ്യാർത്ഥികളല്ലാത്ത, പാറ്റകളല്ലാത്ത ക്രിമിനലുകളുടെ സംഘത്തിൽ പോയി സതീശൻ ഇരിക്കണമായിരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും കേന്ദ്രം ഇത് തീരുമാനിക്കും. സതീശനെ എന്ത് ചെയ്യണമെന്നത് ഉറപ്പാണ്. കാരണം നിയമപരമായി വേണമെങ്കിൽ സതീശനെതിരെ കേസെടുക്കാം. അത് കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം. അല്ലെങ്കിൽ ഇങ്ങനൊരു പണി അവിടെ വന്ന് ചെയ്തതിന് തിരിച്ചുള്ള പണി സതീശന് കൊടുക്കാം. 5 വർഷം മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ടതല്ലേ. ഏതായാലും നരേന്ദ്രമോദി 2029 വരെ പ്രധാനമന്ത്രി കസേരയിലുമുണ്ട്. അതുകൊണ്ട് എങ്ങനെ വന്നാലും സതീശനുള്ള പണി ഡൽഹിയിൽ ഒരുങ്ങും എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതോ ഇനി മോദി വളരെ ഹൃദയ വിശാലതയോടെ എല്ലാം ക്ഷമിക്കുന്ന ആളായതുകൊണ്ട് സതീശനോട് പൊറുക്കുമോ എന്നും അറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട ഏതാനും ചില അപ്ഡേറ്റ്സുകൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ, ഞാനിതിലെ പരാമർശിച്ചു പോയ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളെ വളരെ വിശദമായി കാണിച്ച് വളരെ വിശദമായ ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കേണ്ടുന്ന, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന, നമ്മുടെ രാജ്യത്തിനെതിരെ എത്ര വലിയ ഗൂഢാലോചനയാണ് നടന്നത് എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാനുണ്ട്. ഇതിന് ശേഷം വരുന്ന വീഡിയോ നിങ്ങൾ ഉറപ്പായും കാണണം. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോകൾ എത്തിച്ചു കൊടുക്കണം. പരമാവധി ആളുകളെ നമ്മുടെ വരിക്കാരാക്കണം.
കാരണം സത്യം പറയാൻ നമ്മളേ ഉള്ളൂ. നമ്മുടെ മാധ്യമങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ചിത്രങ്ങൾ സഹിതം വീഡിയോകൾ സഹിതം ഇന്ത്യ ലൈവ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായും മുഴുവൻ ആളുകളും ഇത് കാണുന്ന തരത്തിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.